ഇന്നത്തെ മിനി വ്ളോഗ് ഒരു മോർണിംഗ് റുട്ടീനാണ്. സ്കൂളുള്ള ദിവസങ്ങളിൽ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേനും നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ആകാതെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ തിരക്കുള്ള ദിവസമായി മാറും കേട്ടോ. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കോലൂടലും വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ. പിന്നെ ചോറിനുള്ള വെള്ളം ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് ചായ കുടിച്ചതിന് ശേഷമാണ് പിന്നെ കുക്കിങ്ങൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ കുക്കിങ്ങിനായിട്ട് ഇന്ന് ലഞ്ച് ബോക്സിന് നമുക്ക് ചോറ് തന്നെയാണ് കൊടുത്തു വിടുന്നത്. ചോറും സാമ്പാറും വെണ്ടയ്ക്ക ഉപ്പേരി അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വറക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാലൊക്കെ കാച്ചി വെച്ചതിന് ശേഷം വെണ്ടയ്ക്ക ഉപ്പേരിക്കുള്ള വെണ്ടയ്ക്കൊക്കെ ഒന്ന് നുറുക്കുകയാണ്. അതിന് ശേഷം വെണ്ടയ്ക്ക ഉപ്പേരിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് വരും. വെണ്ടയ്ക്ക ഉപ്പേരി ആകുമ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും. അതിനിടയ്ക്ക് ഞാൻ ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് വരും കേട്ടോ. അതിന് ശേഷം ഉച്ചയ്ക്കത്തുള്ള കറിക്കും അതുപോലെ തന്നെ ടിഫിൻ്റെ പണികളൊക്കെ നോക്കാനുണ്ട്. രാവിലെ തന്നെ ചോറും കറിയും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആവുന്നതും കുക്കിംഗ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ രാവിലെ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് ഞാൻ കഴുകി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ കൂടി പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും കേട്ടോ. എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്ര പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കും. അതിനുശേഷം പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് കുക്കിങ്ങും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിടും കേട്ടോ. പിന്നെ അതിന് ശേഷം വൈകുന്നേരമല്ലേ നമുക്ക് പിന്നെ കിച്ചണിലോട്ട് അധികം പണി ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ കഴിയും. പക്ഷെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ സാമ്പാറും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. ചോറ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് കൂടി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി വറക്കുന്നു കേട്ടോ. അത് ഒരാൾ വെണ്ടയ്ക്ക് ഉപ്പേരി കൂട്ടും, ഒരാൾ വെണ്ടയ്ക്ക് ഉപ്പേരി കഴിക്കില്ല. അതുകൊണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്കുള്ള ഉള്ളി ചമ്മന്തിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി അതിന് ശേഷം ദോശയൊക്കെ ഒന്ന് ചുട്ടെടുത്തു കേട്ടോ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരു 7:30 ആകുമ്പോഴത്തേനും കഴിഞ്ഞാലാണ് പിള്ളേർക്ക് സ്കൂളിലോട്ട് പോകാൻ കറക്റ്റ് സമയമുള്ളൂ. രണ്ടാളും 8 മണിയാകുമ്പോഴത്തേനും ഇറങ്ങാറുണ്ട്. ഇപ്പോൾ മൂത്ത ആൾക്ക് 2 ബസ് മാറി കയറാനുള്ളത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ ഇറങ്ങാറാണ് കേട്ടോ. പിന്നെ ചെറിയ ആൾക്ക് പിന്നെ മെല്ലെ പോയാൽ മതി. അതുകൊണ്ട് ഇവരെല്ലാം അയച്ചതിന് ശേഷമാണ് ഞാൻ അവനെ റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ ലഞ്ച് പാക്ക് ചെയ്തതിന് ശേഷം പക്ഷേ ചോറും ഉപ്പേരി ഒന്നും ചെറിയ ആൾ കൊണ്ടുപോയില്ല. അവർക്ക് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇന്ന് ഞാൻ ചെറിയ ചെറിയ ദോശകളാക്കി ചുട്ടിട്ട് അതിൽ കുറച്ച് ക്യാരറ്റ് ഉള്ളിയും കൂടി ഇട്ടിട്ട് അവന് കൊടുത്തയക്കാനാട്ടോ ചെയ്തത്. അപ്പോൾ രാവിലെ ചിലപ്പോൾ അധികം ഞാൻ ചോറ് കൊടുക്കും. അല്ലാത്ത പക്ഷം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞാൻ അവന് ചോറ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ രാവിലെ അവന് എന്താണോ കൊടുക്കുന്നത് അതിന് ഉച്ചയ്ക്ക് ചിലപ്പോൾ ഞാൻ ദോശ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ക്യാരറ്റും ഉള്ളിയും കൂടി ഇട്ടിട്ട് കുഞ്ഞു ദോശയാണ് കേട്ടോ കൊടുത്ത് വിട്ടായിരുന്നത്. പിന്നെ ഉള്ളിച്ചമ്മന്തിയും കൂടിയാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ മിനി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മോർണിംഗ് റുട്ടീനൊക്കെ നമ്മുടെ ലോങ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് ചെക്ക്